എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് 21-ാം തീയതി, അതായത് നാളെ വരെ ഈ ഒരു ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള സൗകര്യം 21-ാം തീയതി വരെ ലഭ്യമായിരിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഓണേഴ്സ് ബിരുദ ഏകജാലകം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഓൺലൈനായിട്ടുള്ള അപേക്ഷ നൽകാനുള്ള സൗകര്യം ജൂലൈ 21 വരെ ലഭ്യമാണ് എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഏകജാലം വഴിയുള്ള പ്രവേശനത്തിനായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്കും പ്രവേശനം ലഭിക്കാത്തവർക്കും പ്രവേശനം ലഭിച്ചതിന് ശേഷം റിജക്റ്റ് ആയിപ്പോയവർക്കും നിശ്ചിത സമയത്തിനകം പ്രവേശനമെടുക്കാൻ സാധിക്കാത്തവർക്കും അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം 21-ാം തീയതി 4 മണിവരെ, അതായത് വൈകിട്ട് 4 മണിവരെ ലഭ്യമാണ്. അപേക്ഷകൻ ഓൺലൈൻ അപേക്ഷയിൽ വരുത്തിയ തെറ്റ് മൂലം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാത്തവർക്കും അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച പ്രവേശനം റദ്ദാക്കിയവർക്കും പ്രത്യേകമായി ഫീസ് അടക്കാതെ തന്നെ തൻ്റെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ പുതുതായി നൽകാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവർ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് ഇതിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നീ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ലിങ്കിലൂടെ മാത്രം നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർ തങ്ങളുടെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ അപേക്ഷകന് താൻ നേരത്തെ നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതും ആണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ അപേക്ഷകരും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകണം. ഓപ്ഷനുകൾ നൽകിയ ശേഷം അപേക്ഷ സേവ് ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കുക. അപേക്ഷയുടെയോ ഓപ്ഷൻ്റെയോ പ്രിൻ്റ് ഔട്ട് സർവ്വശാലയിൽ സമർപ്പിക്കേണ്ടതില്ല. വിവിധ കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള സീറ്റ് വാക്കൻസിയുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, അത് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷനായിട്ട് cap.mgu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ സ്ഥിര പ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഈ ഒരു അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്താൽ പുതുതായിട്ട് ലഭിക്കുന്ന അലോട്ട്മെൻറ്റിലേക്ക് നിർബന്ധമായിട്ടും പ്രവേശനം എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ മുൻ പ്രവേശനം റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിനാൽ സ്ഥിര പ്രവേശനം എടുത്തവർ ശ്രദ്ധിച്ചിട്ട് മാത്രം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ നൽകുക. ഇത്തവണ, അതായത് ഒരു തവണ ക്യാപ്പിലൂടെ അപേക്ഷാ ഫീസ് അടച്ചവർക്ക് വീണ്ടും ഫീസ് അടക്കാതെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്കും കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്കും 21/7/2024 വൈകിട്ട് 4 PM വരെ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും അല്ലാത്ത വിദ്യാർത്ഥികൾക്കും വേക്കൻസി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കിവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോഴ്സിലും എത്ര വീതം സീറ്റുകൾ, ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത്, അതിൻ്റെ ആ ഒരു കോളേജ്, ഏത് കോളേജിലൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ടാകും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ എത്ര വേക്കൻസിൻ്റെ ഏത് സീറ്റിലാണ്, അതായത് ഏത് കോട്ടയിലാണ് വേക്കൻസി എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ കോട്ടയിലും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയിൽ ഏതാണോ അതിലും ഈ ഒരു കോഴ്സിലേക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഏതോ ഒരു കോഴ്സിന്, അതായത് BA ഹോണേഴ്സ് ഇംഗ്ലീഷിന് നിരവധി വേക്കൻസിയാണ് പല കോളേജിലും കാണുന്നത്. കാരണം അവിടെ ആ ഒരു BA ഇംഗ്ലീഷ് കോഴ്സിന് അധികമാരും അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ അവിടെ നിരവധി വേക്കൻസിയാണ് BA ഇംഗ്ലീഷിനൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനും വേക്കൻസി കാണുന്നുണ്ട്. അതായത് സെൽഫ് ഫിനാൻസ് കോഴ്സാണത്. അപ്പോൾ മുകളിലെയും സെൽഫ് ഫിനാൻസ് കോഴ്സ് ആവാനാണ് സാധിക്കുന്നതാണ് തോന്നുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് സെൽഫ് ഫിനാൻസ് അല്ല, മുകളിലേത് സെൽഫ് ഫിനാൻസ് അല്ല, എന്നാൽ താഴെ ഉള്ളത് അത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അതുകൊണ്ടാണ് SF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലും ഫീസ് വ്യത്യാസം ഉണ്ടാകുന്നതാണ്. സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് കോഴ്സ് അനുസരിച്ച് അതായത് ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീസ് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതുപോലെ ഇവിടെ ഫോർ മാനേജ്മെൻറ്റ് ഓർ ലക്ഷദ്വീപ് കോട്ട കൊടുത്തിട്ടുണ്ട്, ഫോർ ഇൻ്റർനാഷണൽ കോട്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്ലിമെൻ്ററിക്ക് ആണെങ്കിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയോ അല്ലെങ്കിൽ ലക്ഷദ്വീപ് കോട്ടയിലോ ഉള്ളവരല്ല, അതുപോലെ ഇൻ്റർനാഷണൽ കോട്ടയിലും ഉള്ളവരല്ല എങ്കിൽ നിങ്ങൾക്ക് ഫോർ സപ്ലിമെൻ്ററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം
ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പുതുതായിട്ട് നിങ്ങളുടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ഫീസിൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാറ്റഗറി ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ആണെങ്കിൽ ലോഗിൻ ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ അപ്ലൈ എന്നുള്ള ആ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് കോട്ടയുടേതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു ലിങ്ക് വഴിയാണ് ആ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏകദേശം 22-ാം തീയതിയോടെ തന്നെ ഇതിൻ്റെ ഈ ഒരു സപ്ലിമെൻ്ററി റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. സാധാരണ ഇതിൽ MG യൂണിവേഴ്സിറ്റി ഷെഡ്യൂളിനേക്കാൾ നേരത്തെ തന്നെ ഈ ഒരു റിസൾട്ടൊക്കെ നൽകാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.